കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ലോകത്തിൻ്റെ വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിശപ്പോടെ പ്രാർത്ഥിക്കുവാനുള്ള ഭാരത്തോടെ സഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ മഹിമ മനസ്സിലാക്കി പ്രഭാതത്തിൽ അല്ല അർദ്ധരാത്രിയിലും പല ടൈം സോണുകളിലൊക്കെ ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിപ്പാൻ വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹത്തെ ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ബൈബിൾ പറയുന്നു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമാകുന്നു. But my understanding is unfruitful. For if I pray in an unknown tongue, my spirit prayed, but my understanding is unfruitful. ഇവിടെ പൗലോസ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത പറയുകയാണ്. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ രാവിലെ വീണ്ടും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, പാസ്റ്റർ എങ്ങനെയാണ് ദർശനങ്ങൾ കാണുന്നത്, എങ്ങനെയാണ് സ്വപ്നങ്ങൾ, എനിക്ക് പുതിയ ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു, അവർ എങ്ങനെയാണ് പാസ്റ്റർ സ്വപ്നങ്ങൾ കാണുന്നത്, എങ്ങനെയാണ് ദർശനങ്ങൾ കാണുന്നത്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ ഇതെല്ലാം സ്പിരിറ്റിൻ്റെ റിലത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ പല രീതിയിലുണ്ട് കേട്ടോ, എല്ലാം ദൈവം കാണിക്കുന്നതല്ല. നമ്മുടെ കഷ്ടത കൊണ്ട് നമ്മൾ കാണുന്നതുണ്ട് എന്ന് ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈദ്യശാസ്ത്രം, മനഃശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് വരുന്ന ആഗ്രഹങ്ങളെ, അവൻ്റെ അപബോധ മനസ്സിലേക്ക്, ബോധ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെ നടക്കാതെ വണ്ണം അപബോധ മനസ്സിലേക്ക്, നടക്കാത്ത കാര്യങ്ങൾ അപബോധ മനസ്സിലേക്ക് അടച്ചു വയ്ക്കുമ്പോൾ അത് ഉപബോധ മനസ്സിലേക്ക് പൊന്തി വരുന്നതാണ് സ്വപ്നം. ഇതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ, മനഃശാസ്ത്രത്തിൻ്റെ കൊട്ടേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ പറഞ്ഞു, ഒരു വ്യക്തി തൻ്റെ അകത്ത് വരുന്ന ആഗ്രഹങ്ങൾ അടച്ചു വയ്ക്കുമ്പോൾ അത് കഷ്ടത നിമിത്തം സ്വപ്നങ്ങൾ പെരുകും എന്നൊരു വാക്യം നമുക്ക്, അതിനർത്ഥം വരുന്നൊരു വാക്യം നമുക്ക് സദൃശ്യവാക്യത്തിൽ കാണാം. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ അവനോട് സ്വപ്നത്തിൽ സംസാരിക്കുകയും ദർശനത്തിൽ ഞാൻ അവൻ എന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. സംഖ്യ 12:6-7. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഒരു മനുഷ്യന് ഗാഠനിദ്ര ഉണ്ടാകുമ്പോൾ ദൈവം അവനോട് അവൻ്റെ ശയ്യയിൽ ഉറക്കത്തിൽ അവനോട് സംസാരിക്കുന്നു, അവനോടുള്ള പ്രബോധനത്തിന് മുദ്രയിടുന്നു. സ്വപ്നങ്ങൾ ഒരു വ്യക്തി കാണാൻ തുടങ്ങുമ്പോൾ ഭൗതിക തലത്തിൽ, നാച്ചുറൽ തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സ്പിരിച്വലുമായി കണക്റ്റഡ് ആകുകയാണ്. സ്പിരിച്വലത്തിൽ ദൈവാത്മാവ്, ദൈവിക സ്വപ്നങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ദൈവാത്മാവ് ആത്മാവിൽ ആ വ്യക്തിയോട് ഇടപെടുകയാണ്. സ്വപ്നത്തിനകത്ത് ചില ഫൈറ്റുകൾ നടക്കുന്നത് ആളുകൾ കണ്ടിട്ടുണ്ട്. മൃഗങ്ങൾ വരുന്നു, ഫൈറ്റ് ഉണ്ടാകുന്നു. ചില സ്വപ്നത്തിൽ കിടന്ന് ഇടിക്കുന്നത് കാണാം. ആരും അടുത്തുള്ള ആളെ കിടന്ന് ഇടിക്കരുത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇടിച്ചു കഴിഞ്ഞാൽ തോട് കിടക്കുന്ന ആൾ ഇടി താഴെ വീഴും. നമ്മളതിനെ അങ്ങനെ ഒരു സരസമായിട്ട് പിന്നെ പറയാറുണ്ട്. പക്ഷേ സ്വപ്നത്തിൽ ഫൈറ്റ് നടക്കുന്നവരുണ്ട്. ഇതെല്ലാം സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അഫലമാകുന്നു. അവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളുടെ ബുദ്ധി അഫലമാകുന്നു. എല്ലാവരും ഉറങ്ങാതെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? രാവിലെ ഇത് അധികം നേരം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അധികം നേരം പറയാത്തത്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ബുദ്ധി അഫലമാകുന്നതാണ് അന്യഭാഷയിലെ പ്രാർത്ഥന. അപ്പം എന്താണ് ബുദ്ധി? നിങ്ങളുടെ 3 ഭാഗങ്ങൾ, നിങ്ങൾക്ക് 3 ഭാഗമുണ്ട്. 1 നിങ്ങളുടെ ശരീരം, 2 നിങ്ങളുടെ ദേഹി, 3 നിങ്ങളുടെ ആത്മാവ്. ആത്മാവിലാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ വേൾഡുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുന്നത്. നിങ്ങളുടെ ശരീരം കൊണ്ടാണ് നിങ്ങൾക്ക്
ഈ നാച്ചുറൽ ഭൗതിക ലോകവുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ പറ്റുന്നു. അപ്പോൾ ഭൗതിക ലോകത്തിൽ നിന്ന് പരിചയത്താൽ, അറിവിനാൽ, നിങ്ങളുടെ പഴക്കത്താൽ, തഴക്കത്താൽ ഒക്കെ ഉണ്ടാകുന്ന നിങ്ങളുടെ അറിവുകൾ മുഴുവൻ നിങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിക്കകത്താണ്. അവിടെയാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എടുത്തു മാറ്റുന്ന അല്ലെങ്കിൽ അൺഫ്രൂട്ട്ഫുള്ളാക്കുന്നതാണ്. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. എന്ത് നടക്കുമ്പോഴും നമ്മുടെ അകത്ത് അടുത്തൊരു ചിന്ത അപ്പം വരും. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അൺഫ്രൂട്ട്ഫുള്ളാക്കുന്നതാണ് അന്യഭാഷയുള്ള പ്രാർത്ഥന. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾക്ക് 1-2 വാക്കുകളായിട്ടാണ് കിട്ടുന്നത്. ഇതൊരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവന് ദൈവം നൽകുന്ന ദാനമാണ്. നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതിനകത്ത് പെട്ട ഒന്നാണ് ആത്മസ്നാനം. സ്നാനപ്പെടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഗലാത്യലേഖനം 3-ാം അധ്യായം പറയുന്നു, ക്രിസ്തുയേശുവിൽ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിലാകുകയാണ്. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇത് സകലത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയ സൃഷ്ടികളിൽ പെടാത്ത ഒരു പ്രത്യേക ടൈപ്പ് സൃഷ്ടിയാകുകയാണ് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ. അതെന്താ അങ്ങനെ പറയുമ്പോൾ? നാം ആരാധിക്കുന്ന ദൈവം ത്രിയേകനായ ദൈവമാണ്. 3 ആത്മാക്കൾ പരസ്പരാധിവാസമുള്ളവരാണ്. ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റാണ്. 3 ദൈവങ്ങളല്ല, 3 ഒന്നാണ്. എങ്ങനെ 3 പേരെങ്ങനെ ഒന്നായി? പിതാവിനകത്ത് പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പുത്രൻ്റെ അകത്ത് പിതാവും പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധാത്മാവിനകത്ത് പിതാവും പുത്രനും ഉണ്ട്. പുത്രൻ പറഞ്ഞു, ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു. ഇങ്ങനെ പരസ്പരാധിവാസമുള്ള 3 ആത്മാക്കൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് ദൈവിക ട്രിയൂണിറ്റി എന്ന് പറയുന്നത്. ആ ട്രിയൂണിറ്റി അവർ ആത്മാക്കളാണ്, അവർ ആത്മാവാണ്. ആ ആത്മാവായ ദൈവം അതിനകത്ത് ഒരു വ്യക്തി ആ ട്രിയൂണിറ്റിയിൽ നിന്ന് വിട്ടുപോകാതെ ജഡമെടുത്ത് ഈ ഭൗതിക ലോകത്തിൽ വന്നു. അർത്ഥാൽ ആത്മലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ആത്മലോകമാണ് ഈ കാണുന്ന ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചത്. ആത്മാവിൽ നിന്നാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ആത്മലോകത്തിൽ നിന്നാണ് ഭൗതിക ലോകം ഉണ്ടായത്. ഫിസിക്കൽ വേൾഡ്, നാച്ചുറൽ വേൾഡ്, മെറ്റീരിയൽ വേൾഡ് ഉണ്ടായത് ആത്മലോകത്തിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. കേൾക്കുന്നുണ്ടോ? ആത്മലോകത്തിൽ നിന്ന് വന്ന ഒരു വാക്കാണ് മെറ്റീരിയൽ വേൾഡിന്, ഫിസിക്കൽ വേൾഡിന്, ഭൗതിക ലോകത്തെ ഉണ്ടാക്കിയത്. ആ ആത്മലോകത്തിൽ നിന്ന് ഒരു വ്യക്തി, ഒരാത്മാവ് ജഡമെടുത്ത് ഈ ഭൂമിയിൽ വന്നു. എന്തിനാണെന്നറിയാമോ? മെറ്റീരിയൽ വേൾഡിൽ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ ശരീരവും ആത്മാവുമുള്ള നമ്മെ ആത്മലോകവുമായി കണക്ട് ചെയ്യാൻ. നമ്മൾക്ക് എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, 3 പാർട്ടാണ്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ ആത്മാവിനെ സ്പിരിച്വൽ വേൾഡുമായി കണക്റ്റഡ് ആക്കാൻ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, യേശുവേ ഞാൻ നിന്നെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ സ്പിരിറ്റിനകത്തേക്ക് വരികയാണ്. സ്പിരിറ്റും അവൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും കൂടെ ഒന്നാകുകയാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ വേൾഡുമായി കണക്റ്റഡ് ആകാം. ആ വേൾഡിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ആ വേൾഡിനകത്ത് കണ്ടമാനം ആഴങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പകൽ ചർച്ചിൽ പറഞ്ഞിരുന്നു, കർത്താവ് ഈ ഭൂമിയെ വിശ്വാസത്താൽ, ഞാൻ ആ വാക്യം ഒന്നിടാം, 11-ാം അധ്യായത്തിൻ്റെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുവാൻ, ഈ ലോകത്തിന്, ഒന്ന് വായിച്ച ഈ വാക്യം ഒന്ന് വായിച്ച ഒരാൾ, 57 ആളിരുന്ന് ഉറങ്ങിയോ? ദൃശ്യമായതല്ല കാരണം എന്ന വരുമാറ് ലോകം ദൈവത്തിന്റെ ദാനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു.
കണ്ടോ, ത്രൂ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ വേൾഡ്സ്, കണ്ടോ മലയാളത്തിൽ ലോകമെന്നാണ്, ലോകങ്ങൾ 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 ഫ്രെയിം ചെയ്യപ്പെട്ടത് അവൻ്റെ വചനത്താലാണ്, അവൻ്റെ വചനത്താലാണ്, അവൻ്റെ വചനത്താലാണ്. വചനത്താൽ ലോകങ്ങൾ ഉണ്ടാക്കപ്പെട്ടു. ദൃശ്യമായ ലോകങ്ങൾ ഉണ്ടാക്കപ്പെട്ടത്, ഇത് ഫ്രെയിം ചെയ്യപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണെന്ന് നാം അറിയുന്നു. അപ്പോൾ വചനത്താലാണ് ഇതിനെ ഫോം ചെയ്തത്. ഫോം ചെയ്ത ഈ ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു, ജഡമെടുത്തിറങ്ങി വന്നു. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ അവൻ നമ്മുടെ അകത്തിരിക്കുക, നിങ്ങളുടെ അകത്തിരിക്കുക. എവിടെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ നിങ്ങളെ അവൻ്റെ അകത്തേക്കാക്കി. എന്താണ് അവൻ്റെ അകത്തേക്കാക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 3 ആത്മാക്കൾ പരസ്പരാധിവാസത്താൽ അവർ ഒന്നായി നിൽക്കുകയാണ്. അതിനകത്ത് 2-ാം വ്യക്തിയാണ് ക്രിസ്തു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സത്യത്തിൽ ക്രിസ്തുവിനകത്താക്കിയിരിക്കുകയാണ്. ക്രിസ്തുവാര ദൈവിക ട്രിയൂണിറ്റിയിൽ 2-ാം ആളത്വം. അപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ അവൻ്റെ അകത്തായോ? അവൻ്റെ അകത്തായെങ്കിൽ അവൻ എവിടെയാ? ക്രിസ്തു എവിടെയാ? ക്രിസ്തു പിതാവിൻ്റെ അകത്തല്ലേ? അവർ പരസ്പരാധിവാസമുള്ള 3 ആത്മാക്കളല്ലേ? അപ്പം നിങ്ങളിപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവിൽ അവൻ്റെ അകത്താണ്, അവനകത്ത് ആർക്കും സംശയമില്ല. അപ്പോൾ ക്രിസ്തു എവിടെയാ? ക്രിസ്തു പിതാവിൻ്റെ അകത്തും പരിശുദ്ധാത്മാവിൻ്റെ അകത്തും. പിതാവിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? പുത്രനുണ്ട്, ക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പം നമ്മൾ ക്രിസ്തുവിനകത്താണെങ്കിൽ ഈ വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രാർത്ഥിക്കണം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് കേട്ടോ. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് പിതാവിങ്കിലേക്ക്, സ്വർഗത്തിലേക്കല്ല കേട്ടോ, സ്വർഗം നമ്മുടെ അപ്പൻ്റെ വീടാണ്. നിങ്ങൾക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. സ്പിരിച്വൽ റിലങ്ങൾ ആഴമാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ അകത്ത് വരും. നിങ്ങൾ ക്രിസ്തുവിലാകും. ക്രിസ്തുവിലായ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ അറിയാതെ നിങ്ങൾ ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. ഇത് സ്പിരിച്വൽ റിലത്തിൽ സംഭവിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ അകത്തുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിത് ബോധ്യമില്ല. നമ്മളിപ്പോഴും അച്ചാച്ചൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, കൊച്ചിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം, നാടിൻ്റെ കാര്യം, അപ്പൻ്റെ ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ മറ്റൊരു റിലത്തിൽ ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബുദ്ധി അഫലമാകുന്നു, അൺഫ്രൂട്ട്ഫുൾ ആകുന്നു. നിങ്ങളിപ്പോൾ അവനിലാണ്. അവൻ എവിടെയാ? അവൻ സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്പിരിച്വൽ വേൾഡിലേക്ക് എൻ്റർ ആകുകയാണ്. ഫിസിക്കൽ വേൾഡിൽ നിന്ന്, ഈ ദൃശ്യമായ ലോകത്ത് നിന്ന് നിങ്ങൾ സ്പിരിച്വൽ വേൾഡിലേക്ക് എൻ്റർ ആകുന്നു. അപ്പം ഈ ബോധ്യം നിങ്ങളുടെ അകത്താഴമായി വരികയാണ്. ഇനി അതിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നിങ്ങളുടെ അകത്ത് ബോധ്യമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ അകത്ത് അടുത്ത തലങ്ങൾ വെളിപ്പെട്ട് വരുന്നവ. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണാം. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാത്തവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വീടുകളിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ, യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യേണ്ട. പക്ഷെ കഴിയുന്നവരെല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. നമ്മളെല്ലാവരും കൂടെ അന്യഭാഷ പ്രാർത്ഥിക്കുക. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ ഭാഷകൾ ദൈവം തരാൻ തുടങ്ങും. ഒരു രാജ്യത്തു നിന്ന്, ഒരു ലോകത്തു നിന്ന്, ഒരു ഭൂപ്രദേശത്തു നിന്ന് മറ്റൊരു ഭൂപ്രദേശത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ഭൂപ്രദേശത്തിൻ്റെ ഭാഷ മാറും. രക്ഷിക്കപ്പെട്ട നിങ്ങൾ, സ്നാനപ്പെട്ട നിങ്ങൾ ദൈവശക്തിയാൽ, ദൈവാത്മാവിൻ്റെ ദാനത്താൽ നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ റിലത്തിനകത്തുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആദ്യം നിങ്ങൾ പറഞ്ഞ് 2 വാക്കായിരിക്കും. ആയുഷ്കാലം മൊത്തം 2 വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ദർശനവും കാണില്ല, ദൈവം കാണിച്ചാൽ അബദ്ധവശാൽ കാണിച്ചാലായി കേട്ടോ, എന്തെങ്കിലും അത്യാവശ്യ കേസിൽ. പക്ഷെ നിങ്ങൾക്കതൊരു വാരമായി നിങ്ങളിൽ ആക്റ്റീവ് ആകില്ല. സ്ഫുടമായി നിങ്ങൾ അന്യഭാഷ പറയണം. സ്ഫുടമായി നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ സ്പിരിച്വൽ റിലത്തിൻ്റെ ആഴങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആഴങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. ഇതിനകത്ത് കണ്ടമാനം വരങ്ങളുണ്ട്, ഇതിനകത്ത് കണ്ടമാനം ആഴങ്ങളുണ്ട്, ഇതിനകത്ത് കണ്ടമാനം ഡെപ്തുകളുണ്ട്, ഇതിനകത്ത് കണ്ടമാനം അതോറിറ്റികൾ തുറക്കാനുണ്ട്. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയവർ ഇതിനകത്ത് കണ്ടമാനം പേരുണ്ട്. നിങ്ങളെ ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങൾ സ്പിരിറ്റ് റിലത്തിൽ നിന്ന്
ദൈവാത്മാവ് തുറക്കുന്ന ഒരു തുറവി. സുശീല എന്ന് പറയുന്ന സിസ്റ്റർ വീണ്ടും മൈക്ക് അൺമ്യൂട്ട് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റ് ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതീവ ക്ഷീണിതനാണ്. ഞാൻ ഫുൾ ഫാസ്റ്റിങ്ങിലാണ്. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നത്. ഞാൻ ലിൻസിയോട് ചോദിച്ചു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. പിന്നെ ലിൻസി ഇത്രയും പേര് വന്നിരിക്കാൻ സഹിച്ചാൽ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിക്കുക, ഇത് ഞാൻ ആ പറഞ്ഞ ഒഴുക്കുമായി, ഇത് നോട്ട് എഴുതി വെച്ച് പറയുന്നതല്ല. ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഞാൻ മറന്നുപോയി. ആരെങ്കിലും ഓർമ്മയുണ്ടോ? 58 പേര് ഉറങ്ങിയായിരുന്നു. അന്യഭാഷ സംസാരിക്കുന്നവർ അധികം സ്വപ്നങ്ങൾ കാണും. സ്പിരിച്വൽ വേൾഡിൽ നിന്ന്, സ്പിരിറ്റായ ദൈവത്തിൽ നിന്ന് ആത്മാവിൽ പുറപ്പെടുന്ന ഒരു സന്ദേശമാണ് ഭൗതിക ലോകത്തിൽ, ഫിസിക്കൽ വേൾഡിൽ നിൽക്കുന്ന നിങ്ങളുടെ ആത്മാവിൽ കൂടെ നിങ്ങളുടെ മനസ്സിൽ കാണുന്നവ. ഇനി നിങ്ങൾ ഈ സ്വപ്നത്തിനകത്ത് ജീവികളെ കാണുന്നവരുണ്ട്, മൃഗങ്ങളെ കാണുന്നവരുണ്ട്, ഫൈറ്റ് കാണുന്നവരുണ്ട്, സ്വപ്നത്തിനകത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്, സ്വപ്നത്തിനകത്ത് കണ്ടമാനം കാര്യങ്ങൾ കാണുന്നവരുണ്ട്. നമ്മുടെ ആളുകളെല്ലാം ഇത് വെറും ഒരു സ്വപ്നമെന്ന് ചിന്തിച്ച് അതിനെ കളയുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം കാണിക്കുകയാണ്. അപ്പൊ ഇതിനോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു അറ്റാക്ക്, ചില ആൾക്കാർ തലമുറകൾക്കൊരു അപകടമുണ്ടാകുന്നു, കുടുംബത്തിനൊരു തകർച്ച ഉണ്ടാകുന്നു, ഒരു രോഗം വരുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ കാണുന്നവരുണ്ട്. ഇതൊക്കെ വെറും നിസ്സാരമായി അവനെ അവഗണിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. നെവർ. ദൈവം നിങ്ങളെ കാണിക്കുന്ന ഒരു സ്വപ്നവും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങൾ ആ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അത് നെഗറ്റീവ് സെൻസിൽ, അതായത് ഒരു അപകടം വരാൻ പോകുന്നു, ഒരു അനർത്ഥം വരാൻ പോകുന്നു, ഒരു മൃഗയുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ മൂടുപടം കിടക്കുന്നു, ഒരു കറുത്ത മൂടുപടം, നിങ്ങളൊരു ഇരുട്ടിനകത്തിരിക്കുന്നു, ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നാൽ നിങ്ങളുടെ മേൽ തുറക്കുന്ന ഈ അതോറിറ്റിയാൽ അതിൻ്റെ മേൽ ജയം നിങ്ങൾക്ക് ദൈവാത്മാവിന് തുറക്കാനുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും ആ സന്ദേശം നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളുടെ മേൽ അധികാരം തുറക്കാൻ തുടങ്ങും. 2, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആഴമായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തിരുവചനത്തിനകത്തുള്ള ട്രൂത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഫാക്റ്റുകളും ട്രൂത്തുകളും മാത്രമേ ധ്യാനിക്കാവൂ. ഇന്നലെ ഞാനിത് വിശദമായിട്ട് ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാം തിരക്കുള്ളവരായതുകൊണ്ട് കുറച്ച് പേരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. കയറിയവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ തരണമേ, വരണമേ, പോകണമേ, നിൽക്കണമേ, നൽകണമേ, നടക്കണമേ, ഇതെല്ലാം മറക്കണം. ഇതെല്ലാം മറന്നിട്ട് ഞാൻ അവൻ്റെ അകത്താണ്, സ്പിരിച്വൽ റിലത്തിനകത്താണ്. ഒന്നുമില്ലായിരുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, അവൻ ആത്മാവിൽ എന്നെ അവൻ്റെ അകത്തേക്ക് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യങ്ങളും കരച്ചിലുകളും നിലവിളികളും നിർത്തിയിട്ട് ഇല്ലാത്തവനെ സൃഷ്ടിക്കുവാൻ കറയുന്ന സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് എൻ്റെ ആത്മാവിൽ അവൻ എന്നെ പ്രവേശിച്ചതിനാൽ ആ ബോധ്യതയിൽ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ ആത്മാവിൽ നിന്ന് അധികാരങ്ങളും അഭിഷേകവും ശക്തിയും തുറക്കാൻ തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾ പറയുന്ന വാക്കുകളാണ് സ്പിരിച്വൽ വേൾഡിനകത്ത് ആത്മയുദ്ധമായി വസിക്കുന്നവ, ആത്മയുദ്ധമായി ഭവിക്കപ്പെടുന്നവ. അവിടെ നിങ്ങൾ ആഴമേറിയ ഭാഷാ നൈപുണ്യത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തുടങ്ങും. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലേക്ക് പ്രവചനവരം, രോഗശാന്തിവരം, ഭാഷാവരം, പല വരങ്ങൾ നിങ്ങളുടെ അകത്ത് തുറക്കും. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് അവനകത്തേക്ക് പോകാം. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ആദ്യം വന്നവർ കേട്ടോ, ഇപ്പം കയറി വന്നിട്ട് മനസ്സിലായില്ല എന്ന് പറയരുത്. നമ്മുടെ ആൾക്കാർ പലരും ഈ ഞാൻ പറയുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലായി, 45 കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങുന്നത് മനസ്സിലായതുകൊണ്ട് ആ നേരത്ത് വന്നവർ, അതിൻ്റെ ഇടയിൽ വന്നവർ ചോദിക്കരുത്. ആദ്യം തൊട്ടുണ്ടായിരുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ഒരു വാക്ക് ചോദിക്കാം. പക്ഷേ ഇന്ന കാര്യം എന്താണെന്ന് ഒരു വാക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ചെറിയൊരു ബോധ്യമായി. അപ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ സജീവമാകുകയാണ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്, എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 3-4 മിനിറ്റ് വരെ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ച് നമുക്ക് നോക്കണമല്ലോ, സ്പിരിച്വൽ റിലം ആക്റ്റീവ് ആകുമോ നോക്കണമല്ലോ. ഷാഖറബന അൽഖദന ഘടകദന വൈഡ പ്രൗഢമന ഘടകദന ശംദൽ പ്രൗഢമന ഘടകദനം
ഷസ്കനാദിന എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഷാദൽ ഘടകദന വൈഡ പ്രൗഢമന ഘടകദനം ശബാബബ രബപ്രൗഷമന ഘടകദനം ലബാരബാന ശിഖുറബാന ശംബൽ ഘടകദന രഗശസ്കന പ്രാർത്ഥിക്കണം കേട്ടോ. ആ വാക്കുകൾ സ്ഫുടമായി പറയണം. സ്ഫുടമായി എങ്ങനെ നിങ്ങൾ ഭാഷ ഞാൻ പറയും തേമ്പി തേമ്പി പറയണം. സ്ഫുടമായിട്ട് സംസാരിക്കണം. എങ്കിലാണ് പുതിയ ഭാഷകളിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ടൈം ലൈനുകളിലേക്ക് പ്രവേശിക്കാം. ടൈം ലൈനുകളിലേക്ക്, മാനിഫെസ്റ്റേഷനുകളിലേക്ക് ഷാല ലബേനി റൗഷെ റബാന ജാബൽ കേദിഗ ശംദൽ ഘടകദനം ടൈം ലൈനുകൾ, മാനിഫെസ്റ്റേഷനുകൾ പ്രൗഢബനഘടകദനം Shaka Rapale Jadadi Rabaprosha Ramdal Kadagadana Laka Rabana Shagana Gadurabana Hadurabana Gadagadana Dira Proudabana Gadagadana Gadurabana Gadagadana Veda Proudabana Gadagadana Dira Proudabana Gadagadana Adagadana Gadagadana Veda Proudabana Gadaragadana Abel Kadagadana Veda Proshabana Jaba Proudabana Amdal Kadagadana Veda Proudabana Hadaragadana Shaskadadina Pudia Bashagaleke Praveshikata Pudia Bashagaleke Spiritual Mysterygaleke Praveshikata Lo Rabba Baragasha Proudabana Ragatshaskanabina Lamdal K Rabba Shavara Proudabana Rabashaskanadina ഇതിനകത്ത് ഡൈമെൻഷനുകളുണ്ട്. ഇതിനകത്ത് ഡൈമെൻഷനുകളുണ്ട്. ഷാദൽ ഘടകദൻ റിലങ്ങളിനകത്ത് ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനുണ്ട്. ആ പൊസിഷനിലേക്ക് നീ എൻ്റർ ആകാൻ തുടങ്ങും. ആ പൊസിഷനിലേക്ക് നീ എൻ്റർ ആയി എന്നൊരു വെളിപ്പാട് നിന്റെ അകത്ത് വരും. Veda Proudabana, Amdal Kadagadana, Veda Proudabana, Jabal Proudabana, Hadaragadagana, Veda Proudabana, Hadarajaganadana, Veda Proudabana, Hadarajagadurabana Gadagana, Vadara Proushabana, Gadurabana Gadagadana, Veda Rabana, Jagada, Regada, Jagada, Rapana, Jagada, Jabana, Shabana, Jagana, Didibi, Rabanam, O Rapana, Laga Shaskana.
ഈ സ്പിരിച്വൽ റിലത്തിലേക്ക് നിങ്ങൾ ആത്മാവിൽ എൻ്ററാകാൻ തുടങ്ങും തോറും ഈ സ്പിരിച്വൽ ഡയമെൻഷനുകളുടെ അകത്ത് ഓരോ ടെറിട്ടറികളുണ്ട്, സ്പിരിച്വൽ ടെറിട്ടറികളുണ്ട്. ആ ടെറിട്ടറികളിലാണ് നിങ്ങളുടെ അകത്ത് ശക്തിയും അധികാരവും ദൈവിക ഭരണങ്ങളും നിങ്ങളുടെ അകത്ത് തുറക്കപ്പെടും. ഇവിടെ നിങ്ങളെ ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിലത് 6-ാം വാക്യത്തിലാണ്. ആൻഡ് ഹാത്ത് റേസ്ഡ് അസ് അപ്പ് ടുഗദർ ആൻഡ് മെയ്ഡ് അസ് സിറ്റ് ടുഗദർ ഇൻ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങളെ ക്രിസ്തു യേശുവിൽ നിങ്ങളെ സ്വർഗത്തിലെ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? സത്യത്തിൽ നമ്മുടെ ബുദ്ധി അഫലമാകുമ്പോൾ നമ്മൾ എവിടെയാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മുടെ സ്പിരിറ്റിലും നമ്മുടെ ബുദ്ധിമണ്ഡലം വരികയും അവിടെ ആത്മാവിനാലുള്ള കൈമാറ്റങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. ഞാൻ നേരത്തെ അല്പം മുമ്പ് പറഞ്ഞു, ഇതിനകത്ത് പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത് നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുക തന്നെ വേണം. അന്യഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിലർക്ക് ബോറടിക്കുകയാണ് അന്യഭാഷ സംസാരിക്കുമ്പോൾ. അതിന് കാരണം അവർക്ക് സ്പിരിച്വൽ റിലവുമായിട്ട് ഒരു ബന്ധമില്ല. സ്പിരിച്വൽ റിലത്തിലകത്തേക്ക് പുത്രന്മാരായ നിങ്ങൾ ആത്മാവിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെയാണ് നിങ്ങൾ പുതിയ ഭാഷകളിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾ പുതിയ ഭാഷകളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ പ്രത്യേക നിലയിൽ അടുത്ത തലത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഭാഷ മാറി. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അല്പമൊക്കെ മനസ്സിലാകും. അവിടുന്ന് കന്നഡത്തിലേക്ക്, അവിടുന്ന് കർണാടകത്തിലേക്ക് പോയാൽ ഒരു മണ്ണാക്കട്ടി മനസ്സിലാവില്ല. പിന്നെ അവിടുന്ന് വടക്കിന്ത്യ പോയാൽ നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ ഹിന്ദി പഠിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഈ കന്നഡ പോയി ഒന്നും മനസ്സിലാവില്ല. തെലുങ്കിൽ പോയാലോ അയ്യോ ഒന്നും മനസ്സിലാവില്ല. പല ഭാഷകളുള്ള വിഭിന്ന ഭാഷകളുള്ള ഒരു രാജ്യമാണ് നാം അധിവസിക്കുന്ന രാജ്യം. ഓരോ സംസ്ഥാനത്തിൻ്റെ അതിര് മുറിക്കും തോറും എന്തിനാ കേരളത്തിൽ തന്നെ പല ഭാഷയല്ലേ ഓരോ ഭൂപ്രദേശങ്ങളിൽ എന്നതുപോലെ നിങ്ങൾ സ്പിരിച്വൽ റിലങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കും തോറും നിങ്ങളുടെ ഭാഷ മാറാൻ തുടങ്ങും. ഭാഷ മാറും തോറും നിങ്ങളുടെ സ്പിരിച്വൽ മാൻ ഓപ്പൺ ആവുകയാണ്. നിങ്ങൾ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ കാത് തുറക്കുകയാണ്. ഇത് തുറക്കുന്നതോറും എന്തുണ്ടാകുന്നു? നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന തലങ്ങളിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ സ്പിരിറ്റ് മാൻ സജീവമായാൽ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ആത്മമനുഷ്യൻ്റെ പ്രത്യേകത ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്ന സംസാരങ്ങൾ പിടിച്ചെടുക്കുവാനായിട്ട് നമ്മുടെ ആത്മമനുഷ്യന് ശക്തിയുള്ള തലത്തിലേക്ക് ഇതിന് വളരാം. പക്ഷെ നമ്മളെന്ത് ചെയ്യില്ല? പഴയ നിയമത്തിൽ ഈ ആത്മമനുഷ്യൻ സജീവമാകുന്ന ആത്മതലം ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തിന് യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നെന്ന് പറഞ്ഞു. കണ്ടോ? ഒരു വ്യക്തിയുടെ അടുക്കളയിൽ, ഒരു വ്യക്തിയുടെ ഭവനത്തിൽ പറയുന്ന വാക്കുകൾ പിടിച്ചെടുക്കുവാനായിട്ട് ആത്മതലത്തിൽ മറ്റൊരു മനുഷ്യന് വളരാൻ പറ്റുമോ? അപ്പൊ സ്പിരിച്വൽ മാൻ്റെ പവർ എന്താണ്? സ്പിരിച്വൽ മാൻ്റെ സെൻസേഷൻ കപ്പാസിറ്റി എന്താണ്? ദൈവത്തിൽ നിന്ന് അവൻ്റെ മേൽ തുറക്കുന്ന വരങ്ങൾ എന്താണ്? അപ്പം ഇതറിഞ്ഞ് നമ്മൾ എത്ര ശക്തിയോടെ അന്യഭാഷ പ്രാർത്ഥിക്കണം. നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കും. ഇതിനകത്ത് കുറേ ആഴങ്ങളുണ്ട്. ഇതിനകത്ത് ഇന്ന് രാവിലെ ഞാൻ ഒരു വാക്കിന് വേണ്ടി, ഒരു ഭാഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് പാമ്പിനെ സ്വപ്നം കാണുന്നവർ, ഏതെങ്കിലും മൃഗങ്ങളെ സ്വപ്നം കാണുന്നവർ, നിങ്ങൾ ഇടിക്കാൻ വരുന്നൊരു മൃഗം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങൾക്ക് ദൈവാത്മാവ് അതിൻ്റെ മേലൊരു അധികാരം തരും. ഇത് നിങ്ങളുടെ മേലുണ്ട്. ഈ അധികാരം ഞാൻ പറയുമ്പോൾ ഞാൻ തരുന്നതല്ല, ഞാൻ ഈ സത്യം നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. തിരുവചനത്തിനകത്ത് ഇത് ബുദ്ധിജീവികൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് ആത്മാവിൽ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാകുള്ളൂ.
അപ്പം അതുകൊണ്ട് എന്താ പറയുക, ബാക്കി എല്ലാവരും ഒന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇത് ഭർത്താവ് തന്നെ പറഞ്ഞു, ആത്മാവിൽ സംസാരിക്കുന്നത് പ്രാകൃതന്മാർക്ക് മനസ്സിലാകില്ലെന്ന് ആത്മാവ് തന്നെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തലങ്ങൾ നിങ്ങളുടെ മേൽ ഓപ്പണായി നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വെളിപ്പെടുന്നത് ഈ ആത്മലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പലതുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇയ്യോബിൻ്റെ പ്ലീസ് നിങ്ങൾക്ക് ഇത് താല്പര്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവാകാം. നിങ്ങൾ ജസ്റ്റ് 1 മണിക്കൂറിനകത്ത് കയറിയിരിക്കുന്നേ ഉള്ളൂ. ഞാനിത് അത്രയും സഹനത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ, സമർപ്പണത്തോടു കൂടിയാണ്. പോട്ടെ. വീണ്ടും നിങ്ങൾ ആരൊക്കെയോ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നു. യഹോവ സാത്താനോട് ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു. അവരെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. എന്നിട്ട് യഹോവ സാത്താനോട് ചോദിക്കുകയാണ്, നീ ഭൂമിയിലൂടെ ആടി സഞ്ചരിച്ചു വരുന്നു, അല്ല നീ എവിടെ നിന്ന് വരുന്നു? ഭൂമിയിലൂടെ ആടി സഞ്ചരിച്ചു വരുന്നു. യഹോവ സാത്താനോട്, നീ എൻ്റെ ദാസനായി ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അപ്പം സ്പിരിച്വൽ റിലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പൈശാചിക അറ്റാക്ക്, നിൻ്റെ മുമ്പിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, തലമുറയുടെ മേൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, കുടുംബത്തിൽ വരാൻ, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള പലരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം കൊണ്ട് പറഞ്ഞതാണ്. സ്പിരിച്വൽ റിലത്തിൽ ഫിസിക്കൽ റിലത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാം. സ്പിരിച്വൽ റിലത്തിൽ സമയമില്ല, ടൈംലെസ് ആണ് സ്പിരിച്വൽ റിലം. ഫിസിക്കൽ റിലത്തിനകത്ത് സമയമുണ്ട്. അപ്പോൾ ടൈംലെസ് ആയ സ്പിരിച്വൽ റിലത്തിൽ നിന്നുകൊണ്ട് ഫിസിക്കൽ റിലത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ദൈവാത്മാവ് നിങ്ങളെ സ്വപ്നത്തിൽ കൂടെ കാണിക്കും. പാസ്റ്റർ ഞാനൊരു സ്വപ്നം കണ്ടു, പാസ്റ്റർ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്. നോ, നെവർ. നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളെ കാണിച്ചെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ബുദ്ധിയെ അഫലമാക്കി നിങ്ങൾ ആത്മാവിൽ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ റിലങ്ങളിലേക്ക് കൊണ്ടുപോകും, വ്യത്യസ്ത ഡൈമെൻഷനിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ മേൽ കർത്താവ് ഈ അധികാരം പകരും. ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, അങ്ങനെ സ്വപ്നം കണ്ടവരുണ്ടോ എന്ന് ചോദിക്കണമെന്ന് എൻ്റെ അകത്ത് ഭയങ്കരമായ നിർബന്ധം തോന്നുന്നു. പക്ഷേ സമയം 6:22 1-2 ഉദാഹരണങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കതിൻ്റെ കാര്യം മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സമയം 6:22 അതുകൊണ്ട് ഏതെങ്കിലും അപ്പോൾ ഈ ചില ആൾക്കാർ നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളെയോ ഉണ്ടെന്ന് എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഒന്ന് ചുരുക്കി പറയണം കേട്ടോ, 1 മിനിറ്റ് കൊണ്ട് പറയണേ. 1 മിനിറ്റ് കൊണ്ട് ഏതെങ്കിലും മൃഗങ്ങളെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതോ, മൃഗങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതോ, ഒരു പാമ്പ് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും നിങ്ങളൊരു പാമ്പ് കടിക്കാൻ ഓടിക്കുന്നു, ഒരു തേള് നിങ്ങളെ കുത്താൻ വരുന്നു. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ കളിയാക്കാറുണ്ട്. ഈ ബുദ്ധിമാന്മാർ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നവരെ കളിയാക്കാറുണ്ട്. ഇത് പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇല്ലാത്ത പറഞ്ഞ, ഞാൻ അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ക്രിസ്തു സേവ നിമിത്തം കഷ്ടമനുഭവിക്കുകയും ദൈവരാജ്യ നിമിത്തം ഉറച്ചു നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് കാണുമ്പോൾ അത് വെറും കളിയല്ല. ദൈവാത്മാവ് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കുടുംബത്തിലും അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ദൈവാത്മാവ്. യെസ്, ഐ സോ കളർഫുൾ സ്നേക്സ്. പ്രിയ സിസ്റ്റർ എന്താ കണ്ടത്? 1 മിനിറ്റ് ഉണ്ടെന്ന് പറയും. പെട്ടെന്ന് ചുരുക്കമാക്കളി പറയണം, നീട്ടി പറയരുത് കേട്ടോ. ഓക്കെ, പ്രിയ സിസ്റ്ററാണ് മെസ്സേജ്. 2 പേര്, അനിത ഷാജിയും സിസ്റ്റർ മെസ്സേജ് ഇട്ടിരുന്നു. നിങ്ങൾക്കത് പറയാൻ പറ്റിയ ഇതിലാണോ? ഞാൻ പറഞ്ഞോട്ടെ, ചുരുക്കി പറയണേ. ഓക്കെ. മാർച്ച് മാസത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം. അതായത് നമ്മൾ ഈ മാർച്ചിൽ പ്രയറിന് മുമ്പ് തുടങ്ങിയല്ലോ, നമുക്ക് ഈ ഉപവാസത്തിന് മുമ്പ്. ഇതിനകത്ത് ഈ പട്ടണത്തിലെ ഏതെങ്കിലും ശക്തി കേന്ദ്രങ്ങളൊക്കെ ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ആ പരിജ്ഞാനത്തിലെ സംസാരിക്കാവൂ കേട്ടോ. ഓക്കെ പാസ്റ്റങ്ങളെ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാർച്ച് മാസത്തിലെ പ്രയർ തുടങ്ങിയ ടൈമില് കർത്താവ് എന്നോട് ഇങ്ങനെ എൻ്റെ ഉള്ളെത്തി പറയാണ്, ഈ കോമ്പൗണ്ടില് പാമ്പുകളുണ്ടെന്ന്. അപ്പൊ ഞാൻ യെസ് കർത്താവേ, 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ കർത്താവേ. അപ്പൊ അങ്ങനെ അത്
പ്രശ്നങ്ങളെ ഒരു കാര്യമുണ്ട്, അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 3 ലാസ്റ്റ് കണ്ടത് ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് വന്നപ്പോൾ ഗ്രില്ലേ തൂങ്ങിക്കിടക്കുന്നു. കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ, പുറത്ത് ബാത്റൂമിൽ കയറി വരുമ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് കയറി പോന്നു. എപ്പോഴും ഞാനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണുക. വേറെ ആരും ഈ വീട്ടിൽ കാണത്തില്ല. ഞാൻ ഇറങ്ങി ചെല്ലും, അങ്ങോട്ട് പോകാൻ പറയും, ആ സമയത്ത് ഇതിനെ കാണും. ലാസ്റ്റ് ഈ സൺഡേ നമ്മുടെ വർഷിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 8 മണിക്ക് ഈ സാധനം ഗ്രില്ലിൽ തൂങ്ങിക്കിടക്കുന്നു. ഹസ്ബൻഡ് ഇങ്ങോട്ട് കിടന്നതിന് ശേഷം ഞാൻ കിടക്കുന്നു, ഞാൻ പറയുന്നു പാമ്പ് എന്ന് പറയുന്നു. അതങ്ങനെ. അപ്പോൾ ആ 3 കാണാനും അതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായി. അതങ്ങനെ ഒരു സംഭവം. പിന്നെ 24 ഒരു ദിവസം ഇതുപോലെ ഞാൻ സൺഡേ വർഷിപ്പിന് വരാതെ ഇവിടെ ഇരുന്ന് കരയുന്ന സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, എന്തിനാ എന്നെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ചെവിട്ടി പറയും, ഞാൻ അന്ത്യകാലത്തെ അഭിഷേകത്തിനായിട്ടല്ലോ ഞാൻ നിന്നെ അങ്ങനെ വചനം കേട്ടു. അപ്പം തന്നെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭയങ്കര അന്യഭാഷ. അപ്പം ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുക സൺഡേ ദിവസം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോൾ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മേ പപ്പ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്താണ്? അപ്പം എനിക്ക് അറിയത്തില്ല പാസ്റ്റങ്ങളെ, ഞാൻ പറയുന്നത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാനുള്ള അധികാരത്തെ ഞാൻ വരുന്നത് വേറെ, ഇത് രണ്ടും രണ്ടാണ്. അക്ഷരാർത്ഥത്തിൽ വരുന്നതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, കാരണം ഇതെല്ലാം കൂടി ഇപ്പോൾ നടക്കില്ല. ആകെ 3-4 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ, ടൈം നമ്മുടെ മുമ്പിൽ പോയി. സ്വപ്നത്തിനകത്തത് കാണുമ്പോൾ സ്പിരിറ്റ് റിലത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു ഇൻറ്റിമേഷൻ തരികയാണ്. ഒരു ഡയറക്റ്റ് അറ്റാക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ കുടുംബത്തിൽ അത് തുറക്കാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ മേൽ നമുക്ക് ജയമുള്ളത് കൊണ്ടാണ് കർത്താവ് ഇത് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ സ്പിരിച്വൽ തലത്തിൽ അധികാരം തുറക്കുന്നത് എങ്ങനെ? നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ കരയുമ്പോഴോ അല്ല. നമ്മളിവിടുത്തെ പോലീസുകാരനായിട്ട് ചാർജ് എടുക്കുന്നപ്പോൾ നമുക്ക് പോലീസിൽ ഒരു ജോലി കിട്ടി, നമ്മൾ പോലീസിൽ ചാർജ് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെല്ലണം. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഇൻറ്റിമേഷൻ ലെറ്റർ കൊണ്ട് ചെന്ന്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊണ്ട് ചെന്ന്, ആ ലെറ്റർ അവിടെ ഉന്നതാധികാരിയെ കാണിക്കുമ്പോൾ ആ ഉന്നതാധികാരി നമുക്കത് സൈൻ ചെയ്ത് സീൽ വെച്ച് തരും, അല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോഴാണ് നിങ്ങളുടെ മേലെ അധികാരം ഓപ്പൺ ആക്കുന്നത്. ഹെവനിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളിലേക്ക് സ്പിരിറ്റ് റിലത്തിൽ നിന്ന് ഫിസിക്കൽ റിലത്തിലേക്ക് നിങ്ങളിലേക്ക് ഒരു 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 ഇൻറ്റിമേഷൻ വന്നിരിക്കുന്നു, ഒരു സൈൻ വന്നിരിക്കുന്നു, ഒരു അറ്റാക്ക് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. ഇത് തിരിച്ചറിയാത്തത് കൊണ്ട്, അവനെ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് ഇതിൻ്റെ റിസൾട്ടുകൾ, എഫക്റ്റുകൾ നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുക. ഇത് ശരിക്കും നിങ്ങൾ അറിഞ്ഞ് എഴുന്നേറ്റ് വന്നാലോ. ഒരിക്കൽ എൻ്റെ ആ മുറിയിൽ സ്വപ്നത്തിൽ ഒരു ശക്തി, ഒരു പൈശാചിക ശക്തി ഡയറക്റ്റ് എൻ്റെ മേലേക്ക് അറ്റാക്ക് ഇറങ്ങി വരുന്നത് ദൈവാത്മാവെന്നെ കാണിച്ചു. വർഷങ്ങളാണ് ഞാൻ അവൻ്റെ ഇങ്ങനെ എനിക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. വർഷങ്ങളാണ് ആ അറ്റാക്കിൻ്റെ പരിണിത ഫലമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടത്. ശരിക്കും ഞാൻ ആത്മാവിൽ എഴുന്നേറ്റപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചവനെ ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ അറ്റാക്ക് എന്നിൽ നിൽക്കുകയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളെ ഒരു സർപ്പം സ്വപ്നമായി ദൈവം കാണിക്കുന്നെങ്കിൽ പഴയ പാമ്പാണ് അവൻ. അവൻ്റെ കുട്ടി ശക്തികൾ, കുട്ടി ആത്മാക്കൾ നിങ്ങളോട് ഡയറക്റ്റ് ഫൈറ്റിന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് അവൻ ഡയറക്റ്റ് ഫൈറ്റിന് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്, നിങ്ങളുടെ അപ്പൻ നിങ്ങളെ സ്നേഹിച്ച് കാണിക്കുക. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളെ കാണിച്ച് പേടിപ്പിക്കാനല്ല, നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ഇതിനു മേൽ അധികാരം തരുന്നവനാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഇത് ഓപ്പൺ ആകുന്നത് നിങ്ങളുടെ ഭാഷ, അന്യഭാഷയുള്ള പ്രാർത്ഥനയിലാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പാമ്പിനെ കണ്ട് പേടിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ അവൻ്റെ അകത്താണ്, നിങ്ങൾ അവനിലാണ്. ഈ അന്യഭാഷയുടെ പ്രാർത്ഥനയിൽ സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ശക്തി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ വരാൻ പോകുന്ന കാര്യം ദൈവം കാണിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാങ്ങാൻ പോകുന്ന, ഞങ്ങളുടെ വീട്ടിൽ കണ്ടമാനം കാര്യങ്ങൾ, അപ്പച്ചൻ്റെ വസ്തു വീതിക്കുന്ന കാര്യം എന്നെ കാണിച്ചിട്ടുണ്ട്. അതിനകത്തൊരു കാര്യം അപ്പച്ചനോട് പറയാൻ പറഞ്ഞ് ആ ഭാഗം ഞങ്ങൾക്ക് ദൈവാത്മാവ് എഴുതി തന്നു. ഞങ്ങളുടെ അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും തരാതെ ഞങ്ങൾ ഇറക്കി വിട്ടതാണ്. പക്ഷേ ആ വസ്തു വീതിക്കുന്ന സമയത്ത് എന്നെ അവരകത്ത് ക്ഷണിതാവായി വിളിച്ചു. ഞാൻ കൊച്ചുമോനാണ്, എന്നെ വിളിക്കേണ്ട കാര്യമില്ല. തലേ രാത്രി കർത്താവിനെ സ്വപ്നം കാണിച്ചു. സജി, വസ്തു വീതിക്കുമ്പോൾ ഇങ്ങനെയാണ് വീതിക്കാൻ പോകുന്നത്. അത് വീതിക്കുമ്പോൾ നിന്റെ അപ്പനോട് ചോദിക്കും, അപ്പച്ചനോട് ചോദിക്കും ഏത് ഭാഗമാണ് വേണ്ടത്, ഇന്ന ഭാഗം വേണോ എന്ന് പറയണം. കണ്ടോ, നിന്റെ അവകാശങ്ങൾ ദൈവം നിനക്ക് വേർതിരിച്ചു വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നിന്നെ ബോധ്യപ്പെടുത്തി നിന്റെ അകത്ത് ജ്ഞാനം തുറന്ന് ആ വിഷയങ്ങളിൽ ഇടപെടുവാൻ നിനക്ക് കരുത്തു പകരുന്നതാണ് സ്വപ്നങ്ങൾ. ഇത് ദൈവം ആത്മാവിൽ സംസാരിക്കുന്ന ആത്മഭാഷയാണ്.
സമയം ഓടിപ്പോയി. ഇതെങ്ങനെ ഞാൻ കൊണ്ട് അവസാനിപ്പിക്കും? ഓക്കെ, സാരമില്ല. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഈ റിലങ്ങൾ ഒന്നുകൂടെ തുറക്കാൻ ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാമോ? എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്, മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് 1-2 മിനിറ്റുകൾ കൂടെ പ്രാർത്ഥിച്ച്, മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക കേട്ടോ. ഷാബാരാബാന ശമ്പൽ കടകബന. ഇങ്ങനൊരു സ്പിരിച്വൽ റിലം ഉണ്ട്. അത്രയെങ്കിലും മനസ്സിലായല്ലോ. ഇങ്ങനൊരു സ്പിരിച്വൽ റിലം ഉണ്ട്. ഷാഖറാദന. അതിനകത്ത് ഏതെങ്കിലും മേഖലയിലുള്ള ആത്മതലങ്ങൾ ഓപ്പണായി നിൽക്കുന്നെങ്കിൽ, അതിന് മേലൊരു പൈശാചിക റിലം ഓപ്പണായി നിൽക്കുന്നെങ്കിൽ, ഇപ്പോൾ ഞാൻ അവനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അതിന്റെ മേൽ അധികാരമുണ്ട്. നിങ്ങൾക്ക് അതിന്റെ മേൽ അധികാരമുണ്ട്. നിന്റെ കുടുംബം തകരാനുള്ളതല്ല, നിന്റെ തലമുറകൾ തകരാനുള്ളതല്ല. നിന്റെ കൈക്കകത്താണ് ദൈവം താക്കോൽ തന്നിരിക്കുന്നത്. ശരീരത്തിന് മേൽ രോഗങ്ങളിടുന്ന പൈശാചിക തലങ്ങളിലെ ശക്തി കേന്ദ്രങ്ങൾ ഇന്ന് രാവിലെ അവനെ ഉടയ്ക്കുന്ന ദൈവശക്തി തുറക്കട്ടെ. ഇന്ന് രാവിലെ അവനെ ഉടയ്ക്കുന്ന ദൈവശക്തി തുറക്കട്ടെ. രോഗാത്മാവിനെ എടുത്തു മാറ്റുന്ന അശുദ്ധിയുടെ ആത്മാവിനെ എടുത്തു മാറ്റുന്ന ഡിവൈൻ അധികാരങ്ങൾ ഇവന്റെ മേൽ തുറന്നു വരുവാൻ. സ്വപ്നങ്ങളുടെ അകത്ത് ഓപ്പറേഷനുകൾ നടക്കും കേട്ടോ. സ്വപ്നങ്ങളുടെ അകത്ത് ഓപ്പറേഷനുകൾ നടക്കും. ശമ്പൽ ഘടകദന ഗദന ഘടകദന വേദ പ്രൗഢമന ഘടകദനം. നിന്റെ ഭാവി ഇതിനകത്തൂടെ ദൈവാത്മാവ് തിരിക്കും കേട്ടോ. നിന്റെ ഭാവി ദൈവാത്മാവ് ഇതിനകത്തൂടെ തിരിക്കും കേട്ടോ. നിന്റെ ഭാവി ഇതിനകത്തൂടെ ദൈവാത്മാവ് തിരിക്കും കേട്ടോ. ആത്മാവ് നിനക്ക് മാനസാന്തരമെന്ന മേഖലകൾ ദൈവാത്മാവ് തുറക്കും കേട്ടോ. നിന്നെ അശുദ്ധനാക്കുവാൻ അശുദ്ധാത്മാക്കൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ദൈവാത്മാവ് കാണിക്കും കേട്ടോ. സ്പിരിച്വൽ റിലങ്ങൾ സജീവമാകും, സജീവമാകും, സജീവമാകും. വിശുദ്ധിയുടെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കും. വിശുദ്ധിയുടെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കും. പുതിയ ഭാഷകളിലേക്ക്, സ്പിരിച്വൽ റിലങ്ങളിലെ പുതിയ ഭാഷകളിലേക്ക് ആത്മാവിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സ്പിരിച്വൽ അധികാരങ്ങൾ തുറക്കും. അത് ആ ബുദ്ധിയുടെ തലങ്ങൾ പൊട്ടി അന്യഭാഷയിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് സമർപ്പിതനായി പ്രാർത്ഥിച്ച് ചില ബന്ധങ്ങൾ അവൻ മുറിക്കും കേട്ടോ. സ്വപ്നത്തിലൂടെ ദൈവാത്മ മുറിക്കാൻ പോകുന്ന ബന്ധങ്ങളെ കാണിക്കും. ചിലവനെ അവൻ മുറിച്ചു മാറ്റും, ചിലവനെ അവൻ എടുത്തു മാറ്റും. അന്യഭാഷ സംസാരിക്കുക, അന്യഭാഷ സംസാരിക്കുക. തെളിവായിട്ട് പറ അന്യഭാഷയിൽ. ഇതിനകത്ത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സൗഖ്യം അടക്കം കേട്ടോ. ഇതിനകത്ത് സൗഖ്യമുണ്ട്. ഇതിനകത്ത് വരങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ഇതിനകത്ത് അധികാരങ്ങൾ തുറക്കാൻ തുടങ്ങും. നിന്റെ പല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ നിന്നിൽ തുറക്കുന്ന സ്പിരിച്വൽ റിലത്തിനകത്തുണ്ട്. നിന്റെ മേൽ തുറക്കുന്ന ആത്മീക അധികാരത്തിനകത്തുണ്ട്. സ്പിരിച്വൽ ഡെസ്റ്റിനികൾ ദൈവാത്മാവ് ക്ലിയർ ചെയ്യാൻ തുടങ്ങും. ശകൽ പ്രൗഢമന ഘടകദനം. ലീഗൽ ഘടകദന വായിഷസ്കനാദിന പ്രൗഢമന ഘടകദന വേദ
പ്രൗഷപന ഗതുരപന ഘടകദനം സ്പിരിച്വൽ റിലങ്ങൾ തുറക്കട്ടെ. സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകട്ടെ. സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകട്ടെ. മൈൻഡ് വിഷൻ ഓപ്പൺ ആകട്ടെ. മൈൻഡ് വിഷൻ ഓപ്പൺ ആകട്ടെ. മൈൻഡ് വിഷൻ ഓപ്പൺ ആകട്ടെ. മൈൻഡ് വിഷൻ ഓപ്പൺ ആകട്ടെ. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ദർശനങ്ങൾ തുറന്നു വരട്ടെ. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ദർശനങ്ങൾ തുറന്നു വരട്ടെ. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ദർശനങ്ങൾ തുറന്നു വരട്ടെ. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ഫിസിക്കൽ വേൾഡിനകത്ത് ഫിസിക്കൽ റിലത്തിനകത്തേക്ക് സ്പിരിച്വൽ വേൾഡിലെ മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ. ഇവർ ആത്മാവിനകത്തേക്ക് പോകട്ടെ. ഇവർ ആത്മാവിനകത്തേക്ക് പോകാൻ ഇവർ ആത്മാവിനകത്തേക്ക് പോകാൻ ഇവർ ആത്മാവിനകത്തേക്ക് പോകാൻ ഇവർ ആത്മാവിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവാത്മാവിനാൽ ദൈവത്തിന്റെ ആഴങ്ങൾ ഒപ്പിയെടുക്കുവാൻ ദൈവത്തിന്റെ ആഴങ്ങൾ ഒപ്പിയെടുക്കുവാൻ ദൈവത്തിന്റെ ആഴങ്ങൾ ഒപ്പിയെടുക്കുവാൻ ഇവിടെ നിങ്ങളുടെ ഇന്റിമസി വർദ്ധിക്കും കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഇന്റിമസി വർദ്ധിക്കും. ഇവിടെ നിങ്ങളുടെ ഭാരങ്ങൾ മാറും. ഇവിടെ നിങ്ങളുടെ വേദനകൾ മാറും. ഇവിടെ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ മറക്കും. ഇവിടെ നിങ്ങൾ പ്രത്യേകമായ ഒരു തലത്തിലേക്ക് നിങ്ങൾ ദൈവാത്മാവിനാൽ പണിയപ്പെടും. ഞാൻ സമയം ദീർഘിച്ചതുകൊണ്ട് എനിക്ക് നിർത്താനായിട്ട് തോന്നുന്നില്ല. പക്ഷേ സമയം ദീർഘിച്ചതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും തോറും നിങ്ങളുടെ ഇൻറ്റിമസി ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകും. വ്യത്യസ്ത അനുഭവങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടാകും. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ, നിങ്ങളെ കർത്താവ് ആഴമായത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ലഭ്യമാണ്. നിങ്ങൾ അതിനകത്ത് സംസാരിക്കുക. ഞാൻ നാളെ നിങ്ങൾക്കിത് ഈ നിലയിൽ ഞാൻ എന്നും രാവിലെ ന്യൂ കവനന്റിനോടുള്ള ബന്ധത്തിലെ ചില വചനങ്ങൾ കാണിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന ലക്ഷ്യത്തിലാണ് രാവിലെയുള്ള പ്രാർത്ഥന തുടങ്ങിയത്. ഇങ്ങനൊരു ചിന്ത എൻ്റെ അകത്തുണ്ടായിരുന്നില്ല. സ്വപ്നങ്ങളും അതിന് പെട്ടെന്ന് 1-2 ദിവസം കർത്താവ് എന്നെ കൊണ്ടുപോകുകയായിരുന്നു. ഇന്നും ഞാൻ ഇന്നലെ ക്രിസ്തുവിൽ കൂടിയുള്ള ജയജീവിതം ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയതാണ്. പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞ് നടന്ന സെക്ഷനും രാത്രി ഞാൻ വന്ന് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല. കുറച്ചു നേരം കിടന്നപ്പോൾ എൻ്റെ അകത്ത് ഈ ഭാഗങ്ങൾ പൊന്തി വരാൻ തുടങ്ങി. സ്പിരിച്വൽ റിലത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയമായെന്നൊരു ബോധ്യം ദൈവാത്മാവ് തരികയും നിങ്ങളെ അതിലേക്ക് നടത്തുവാനായിട്ടുള്ള ടൂളുകൾ കാണിച്ചു വരുവാൻ ദൈവാത്മാവിൻ്റെ അകത്ത് ബോധ്യം തന്നതിനാലാണ് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തത്. നിങ്ങൾക്കതിനകത്ത് ഡൗട്ടുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക. നമുക്ക് നാളെ രാവിലെ അതിനകത്ത് പൊതുവിൽ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച്, പ്രത്യേകം ഞാൻ പറയുന്നു, പൊതുവിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ടൊരു മുറിവ് പോലും ഒരാൾക്കുണ്ടാകരുത്. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു കാര്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരിത് അറിയരുത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെ ജ്ഞാനത്തിൽ വേണം സംസാരിക്കുവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഗ്രഹിക്കേണ്ട റിലമാണ്. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൗരവം കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ കർത്താവ് ഒരു കാര്യം കാണിക്കുന്നു, നിങ്ങളതിന് ഗൗരവം കൊടുക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ കൊച്ച് പ്രാർത്ഥിക്കാത്തൊരു കൊച്ചായിരിക്കാം, ചെറിയൊരു മോളായിരിക്കാം, ചെറിയൊരു മോനായിരിക്കാം. അവനൊരു കാര്യം കണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അവൾ കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെ തൃണബലിക്കരുത്. ഒരു കാര്യം കണ്ടാൽ കണ്ണ് കണ്ട കാര്യത്തിലേക്ക് കാല് വയ്ക്കാതിരിക്കേണ്ടതിൻ്റെ തലച്ചോറിൽ നിന്ന് കാലിലേക്കാണ് സന്ദേശം പകരുന്നത്. കണ്ണ് മാത്രമായിട്ടല്ല ഒരു ശരീരം പ്രവർത്തിക്കുന്നത്. കണ്ണ് കണ്ടു, ഉടൻ തന്നെ അതിൻ്റെ പിക്ചർ തലച്ചോറിലേക്ക് വന്നു. സയൻറ്റിഫിക്കായിട്ട് എനിക്കത് പറയാൻ അറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കണ്ണ് കണ്ടതിനോട് ഒരു ശരീരം മൊത്തം പ്രതികരിക്കുകയാണ്. ആ പ്രതികരണമാണ് ഒരു അപകടത്തിൽ നിന്ന് ആ ശരീരത്തെ രക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു കുഞ്ഞ്, കുടുംബത്തിനകത്തൊരു വ്യക്തി, നിങ്ങളായിരിക്കാം, നിങ്ങളുടെ തലമുറയായിരിക്കും, നിങ്ങളുടെ ഭർത്താവായിരിക്കും, നിങ്ങളുടെ ഭാര്യയായിരിക്കാം. ഒരു വിഷയം കാണുമ്പോൾ നിങ്ങളതിനെ നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങളെക്കുറിച്ച് കാണുമ്പോൾ, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് കാണുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ, നിങ്ങളുടെ അകത്തുള്ള പ്രൊഫറ്റിക് മാൻഡിലിനെ കർത്താവ് ആദ്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ കാണാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ സായിരിക്കുന്ന സഭയെക്കുറിച്ച്, നിങ്ങളുടെ ദേശത്തെക്കുറിച്ച്, പട്ടണത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്,
നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മേലെ മാൻറ്റിലുകൾ വികസിതമായി വരികയാണ്, തുറന്നു വരികയാണ്. അതിനനുസരിച്ച് നിങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇപ്പോഴുള്ള കാര്യം നിങ്ങൾ കാണും, പഴയ കാര്യം കാണാം, പുതിയ കാര്യം കാണാം. ഒരു ശുദ്ധീകരണം വേണമെങ്കിൽ നിങ്ങൾ പഴയ കാര്യം കാണും. നാളെ നിങ്ങളുടെ ചർച്ചിനകത്ത് നടക്കുന്ന പ്രാർത്ഥനയിൽ വരാൻ പോകുന്ന പല പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. നിങ്ങൾ നോക്കുമ്പോൾ അവരവരുടെ മേശപ്പുറത്തിരിക്കുന്ന ബൈബിളിനകത്ത് പേപ്പർ വെച്ച് വായിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതാണ്, തലേരാത്രി സ്വപ്നത്തിലൂടെ കർത്താവോട് സംസാരിച്ചു, ഇന്ന കളറുള്ള ഒരാൾ ഇന്ന് പ്രാർത്ഥനയിൽ വരും, ആൾ ഇന്ന അവസ്ഥ കൂടെയാണ് പോകുന്നത്, ആളുടെ പേരിന്നതാണ്. അവരത് സ്വപ്നം എന്നുള്ള കാര്യം തുറന്നു പറയാതെ ഇങ്ങനെ നിങ്ങളെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ച് അന്യഭാഷ പറയിപ്പിച്ച് താഴോട്ട് കുമ്പിട്ട് മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിൽ നോക്കി അത് പറയുകയാണ്. എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? ഡയറക്റ്റ് അങ്ങ് പറഞ്ഞ പോരെ, ഇന്നലെ രാത്രി കർത്താവ് എന്നെ ഇന്ന കാഴ്ച കാണിച്ചു. അത് പറയാതെ അതിനെ ഒഴിവാക്കി വിടുന്നവരുണ്ട്. ഏതോ അതൊക്കെ അവരെ തലത്ത് ചെയ്യണ്ടേ, പക്ഷെ നിങ്ങളുടെ മേലൊരു പ്രൊഫറ്റിക് മാൻഡിൽ ഓപ്പണായി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ സെക്ഷൻ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അല്ല, ഇനി ഒരു സ്വപ്നം നിങ്ങളെ കാണിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഴമായി കാണിക്കാനായിട്ട് ഞാൻ ഒരു വാക്കുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ സ്പിരിച്വൽ വേൾഡ് റിയലായിട്ട് എന്നിൽ ആക്റ്റീവ് ആകണമെന്ന്? റിയലായിട്ട് നിങ്ങളിൽ ആക്റ്റീവ് ആകുക. സ്പിരിച്വൽ വേൾഡ് റിയലായിട്ട് നിങ്ങൾ ഫിസിക്കൽ വേൾഡിൽ ജീവിക്കുന്നത് പോലെ, ഒരു ശരീരത്തിൽ ജീവിക്കുന്നത് പോലെ നിങ്ങൾ ആത്മതലത്തിൽ നിങ്ങൾ ആത്മാവിനാൽ ജീവിക്കാൻ തുടങ്ങും. എനിക്ക് 1 മിനിറ്റ് കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷേ സമയം 6:40 കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ കടന്നു വന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളിന്ന് ഞങ്ങളുടെ സ്പിരിച്വൽ വളർച്ചയ്ക്കായിട്ടുള്ള ടൂളുകൾ ഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് രാത്രി പങ്കെടുത്തിരിക്കുന്ന ഈ 58 പേരെയും പരിശുദ്ധാത്മാവ് തൊടണമേ കർത്താവേ. ഈ 58 പേരുടെയും അകത്ത് കർത്താവ് ഇവരാത്മാവിൽ വളരുവാനായിട്ടുള്ള കർത്താവെ കൃപ ഇവരുടെ മേൽ പകരണമേ. ഇവർ ഏതെങ്കിലും 2 വാക്ക് അന്യഭാഷ പറഞ്ഞു നിർത്തുന്നവരായിട്ടല്ല, പെന്തക്കോസിനകത്തൊരു ഭാഗമായതുകൊണ്ട് അന്യഭാഷ പെന്തക്കോസുകാരിൽ ലക്ഷണമാണെന്ന് ചിന്തിച്ച് അത് 2 വാക്ക് പറഞ്ഞു നിർത്തുന്നവരല്ല, സഭായോഗത്തിനകത്ത് ചെന്നത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരായിട്ടല്ല. ദിവസവും ജീവിതത്തിൽ കർത്താവെ അത് ആഴമായി പറഞ്ഞ് ആത്മലോകത്തിലേക്ക് പ്രവേശിച്ച് ബുദ്ധിയുടെ മണ്ഡലങ്ങളെ അഫലമാക്കി ആത്മാവിൽ ആഴമായത് ഗ്രഹിച്ച് അവരെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നതും ഇപ്പോൾ അവരെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കർത്താവ് എല്ലാ തീയതിൽ നിന്നും ആ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാനും ആത്മലോകത്തിലുള്ള അനുഭവങ്ങളെ തുറന്നു കൊടുക്കുവാൻ കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബങ്ങൾ മുഴുവൻ ആത്മാവിൽ അനുഗ്രഹമാകട്ടെ. ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ അധികാരം ദൈവാത്മാവ് തുറക്കണമേ. ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ വരാൻ പോകുന്ന ഭാവിയിൽ അങ്ങ് തുറക്കാൻ പോകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, രാജ്യങ്ങളുടെ വാതിലുകൾ എല്ലാം ആത്മലോകത്തിൽ തുറമെടുക്കുവാൻ അങ്ങ് വരെ മേൽ കൃപ കൊടുക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങ് അടിനെ തലത്തിൽ ആഴമായിട്ട് കാണിച്ച സ്വപ്നങ്ങൾ ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. രാജ്യങ്ങളുടെ വാതിൽ തുറന്നത് സ്വപ്നത്തിലൂടെയാണല്ലോ. രാജ്യങ്ങളുടെ മേൽ അധികാരം, രാജ്യങ്ങളുടെ മേൽ പല മേഖലകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇതിൽ കൂടി അധികാരം തുറന്നല്ലോ. ഇതെല്ലാം ഞാൻ ഇന്ന് രാവിലെ ഈ ജനത്തിന് മേൽ തുറന്നു വരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാത്രികളിൽ സ്വപ്നങ്ങൾ കാണുന്നവര് മല്ലയുദ്ധം പോലെ സ്വപ്നത്തിൽ മൃഗങ്ങളുമായിട്ട് യുദ്ധം നടക്കുന്നവരിനകത്തുണ്ടല്ലോ കർത്താവ്. ഇന്ന് രാവിലെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരെ മേൽ കിടക്കുന്ന ആ തലങ്ങളുടെ മേൽ ഒരു ഡിവൈൻ അധികാരം വ്യാപരിപ്പാൻ, അങ്ങ് അവരെ സ്വതന്ത്രമാക്കുവാൻ, ആ മേഖലകളിൽ നിലനിൽക്കുന്ന പൈശാചിക ദുരാത്മാക്കൾ ഈ ഭവനത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. തീയതായ സ്വപ്നങ്ങളിലൂടെ കർത്താവെ അശുദ്ധിയുടെ ആത്മാവ് ഈ കുടുംബങ്ങളിൽ ചലിക്കുന്നുവെന്ന് ദൈവാത്മ ബോധ്യപ്പെടുത്തുന്നവർ ഇവന്റെ മടുവിലുണ്ടല്ലോ കർത്താവ്. മുമ്പിൽ വരാൻ പോകുന്ന അനർത്ഥങ്ങൾ ഇതിനകത്ത് കാണുന്നവരുണ്ടല്ലോ കർത്താവെ. ഞാൻ അവരെയെല്ലാം ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സസൂക്ഷ്മമായി കണ്ട കാഴ്ചകൾക്ക് വേണ്ടി വില കൊടുത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ച് അവനെ ശാസിപ്പാൻ അങ്ങ് ഇവരെ മേൽ കൃപ കൊടുക്കണമേ കർത്താവ്. ഞാൻ ഇവരെ അവനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകലൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. സ്പിരിച്വൽ റിലത്തിൽ ഇവർ ജീവിക്കട്ടെ. ഇവരെ ഞാൻ അതിനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹിമ കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ശലോം.